എന്താണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്? വർണ്ണധർമ്മ വ്യവസ്ഥ തന്നെയാണ്. അപ്പോൾ വർണ്ണങ്ങൾ 4 ആശ്രമങ്ങൾ, 4 വർണ്ണങ്ങൾ 4 ആശ്രമങ്ങൾ, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സനാതന ധർമ്മത്തിൻ്റെ തത്വങ്ങൾ നിലകൊള്ളുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കിടയിൽ അസമത്വം സൃഷ്ടിക്കുന്നൊരു വ്യവസ്ഥയാണിത്. സനാതന ധർമ്മം എന്നത് അനീതിയുടെ തത്വമാണ്. അതുകൊണ്ട് അതിനെ കോവിഡിനെ പോലെ ഡെങ്കിപ്പനിയെ പോലെ ഉന്മൂലനം ചെയ്യണം എന്ന് ഉദയനിധി സ്റ്റാലിൻ പ്രസംഗിച്ചപ്പോൾ ഭയങ്കരമായിട്ടുള്ള ബഹളമായിരുന്നല്ലോ. സനാതനം എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥായിയായിട്ടുള്ളത്. അങ്ങനെ സ്ഥായിയായിട്ടുള്ള ഏതെങ്കിലും മൂല്യബോധമുണ്ടോ? ഇല്ല. EMS വളർത്തിയെടുത്ത കേരളം ഇന്ത്യയിൽ ഇന്നത്തെ മതനിരപേക്ഷതയുടെ സംരക്ഷിത തുരുത്താണ്. എന്നാൽ ആവൽ സൂചനയുണ്ട്. എന്താണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്? വർണ്ണധർമ്മ വ്യവസ്ഥ തന്നെയാണ്. അപ്പോൾ വർണ്ണങ്ങൾ 4 ആശ്രമങ്ങൾ, 4 വർണ്ണങ്ങൾ 4 ആശ്രമങ്ങൾ, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സനാതന ധർമ്മത്തിൻ്റെ തത്വങ്ങൾ നിലകൊള്ളുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കിടയിൽ അസമത്വം സൃഷ്ടിക്കുന്നൊരു വ്യവസ്ഥയാണിത്. അതുകൊണ്ടാണ് 2023 തമിഴ്നാട്ടിലെ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ സമ്മേളനത്തിൽ സനാതന ധർമ്മം എന്നത് അനീതിയുടെ തത്വമാണ്. അതുകൊണ്ട് അതിനെ കോവിഡിനെ പോലെ ഡെങ്കിപ്പനിയെ പോലെ ഉന്മൂലനം ചെയ്യണം എന്ന് ഉദയനിധി സ്റ്റാലിൻ പ്രസംഗിച്ചപ്പോൾ ഭയങ്കരമായിട്ടുള്ള ബഹളമായിരുന്നല്ലോ ഹിന്ദുത്വ ശക്തികൾ. 2024 ഡിസംബറിലാണ് നമ്മുടെ കേരളത്തിൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചിട്ടുള്ള ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ മഹാസമ്മേളനത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി നടത്തിയിട്ട പ്രസംഗം. അദ്ദേഹം പറഞ്ഞു, സനാതന ധർമ്മം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അനീതി നിറഞ്ഞതാണ്. അത് വർണ്ണധർമ്മ വ്യവസ്ഥയാണ്. വർണ്ണജാതി വ്യവസ്ഥയെ ന്യായീകരിക്കുന്നതാണ്. ആ ന്യായീകരിക്കുന്ന വ്യവസ്ഥകളെ തച്ചുടച്ച് ഒരു പുതിയ മൂല്യബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരു പരിശ്രമിച്ചത് എന്ന് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി പ്രസംഗിച്ചു. അന്നും വലിയ ബഹളം ഉണ്ടാക്കി. അപ്പോൾ യഥാർത്ഥത്തിൽ എവിടെയാണ് ശ്രീനാരായണ ഗുരു നിൽക്കുന്നത്? എവിടെയാണ് അയ്യങ്കാളി ഇടപെട്ടത്? വാഗ്ഭടാനന്ദനും അതുപോലെയുള്ള പല സാമൂഹ്യ പരിഷ്കർത്താക്കളും ഇടപെട്ടത് എന്നത് ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കണം എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മൂല്യബോധം എന്ന് പറയുന്നത് ഒരു കാലത്ത് നിലനിൽക്കുന്നത് ശാശ്വതമായിട്ട് നിലനിന്നിട്ടില്ല. സനാതനം എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥായിയായിട്ടുള്ളത്. അങ്ങനെ സ്ഥായിയായിട്ടുള്ള ഏതെങ്കിലും മൂല്യബോധമുണ്ടോ? ഇല്ല. ആ മൂല്യബോധങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആ മുദ്രാവാക്യം വന്നപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും അതിൻ്റെ ചലനങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അസമത്വം നിറഞ്ഞിട്ടുള്ള മൂല്യബോധത്തെ എതിർത്തുകൊണ്ട് സമത്വത്തിന് വേണ്ടിയുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ അവസാനമായി പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ പടിപ്പടിയായിട്ട് ഈ സ്വത്വ രാഷ്ട്രീയം ശക്തിപ്പെടുന്നു. ഞാൻ ആദ്യം പറഞ്ഞു സ്വത്വ രാഷ്ട്രീയം. അത് ഒരു ഭാഗത്ത് സനാതന ധർമ്മത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയം, ഇപ്പുറത്ത് ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്, അപ്പുറത്ത് ക്രിസ്ത്യാനിറ്റിയുടെ പേരും പറഞ്ഞിട്ടുണ്ട്. നാനാതരത്തിലുള്ള മതവർഗീയതകൾ കേരളത്തെ പിടിമുറുക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മലയാളികളായിട്ട് നമുക്ക് അഭിമാനിക്കാം, മഹാനായിട്ടുള്ള EMSനെ പോലെയുള്ള ആളുകളുടെ ഇടപെടലിൻ്റെ ഫലമായി നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്താണോ മുന്നോട്ട് വച്ചിട്ടുള്ള ആശയങ്ങൾ അതിനെ കൃത്യമായി അതിൻ്റെ ഉയർന്ന രൂപത്തിലേക്ക് വളർത്തിയതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കേരളം ഇന്ന് മതനിരപേക്ഷതയുടെ സംരക്ഷിത തുരുത്താണ്. അത് കൃത്യമായി തിരിച്ചറിയാം. EMSൻ്റെ കേരളം, EMS വളർത്തിയെടുത്ത കേരളം ഇന്ത്യയിൽ ഇന്നത്തെ മതനിരപേക്ഷതയുടെ സംരക്ഷിത തുരുത്താണ്. എന്നാൽ ആവൽ സൂചനയുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മതനിരപേക്ഷതയുടെ സംരക്ഷിത തുരുത്തായിട്ട് ഇന്ന് നിൽക്കുന്നു. അതേസമയം ആവൽ സൂചനയുണ്ട്. ആവൽ സൂചനയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ആ ആവൽ സൂചന കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഇടപെടാൻ കഴിയണം. എല്ലാ സ്വത്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പിന്നിലുള്ള ആശയതലത്തെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയണം. ഈ സ്വത്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരിശ്രമിക്കുന്നത് പലപ്പോഴും അതിനാശ്രയിക്കുന്നത് മതവിശ്വാസികളെയാണ്. അപ്പോൾ മതവിശ്വാസികൾക്കിടയിലുള്ള മതത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെ നമ്മളൊന്ന് ഉണർത്തണം.
ഇതാണ് മതത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെ ഉണർത്തിക്കൊണ്ട് സങ്കുചിത രാഷ്ട്രീയത്തിനെതിരായിട്ട് വിശാലമായിട്ടുള്ള വീക്ഷണം നമ്മൾ വളർത്തിയെടുക്കണം. അതിന് മതവിശ്വാസികളെ കൂടി നമ്മൾ ഒത്തുചേർക്കണം. കാരണം മതവിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സ്വത്വ രാഷ്ട്രീയത്തെ ഒറ്റപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നടത്തണം. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അപ്പോൾ സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വിശ്വാസികളെ അടക്കം മതനിരപേക്ഷതയുടെ ചേരിയിൽ അണിനിരത്താനുള്ള കൃത്യമായ ഇടപെടൽ നടത്തേണ്ട സന്ദർഭത്തിലാണ് മഹാനായിട്ടുള്ള EMSൻ്റെ ഈ അനുസ്മരണ പരിപാടി നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ സെമിനാറിലെ ഈ വിഷയം താഴെ തലത്തിലടക്കം ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ഒരു പുതിയ ആശയ സമരത്തിൻ്റെ തലം സൃഷ്ടിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.